തിരുവനന്തപുരത്തൊരു തീപിടുത്തമുണ്ടായിരിക്കുന്നു. നന്ദൻകോടാണ് തീപിടുത്തം. അതെ, സ്വരാജ് ഭവനിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ 2 കാറുകൾ കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. സനിസ വിവരങ്ങൾ നൽകും. സനിസ, എന്താണ് ഉണ്ടായത്? രാവിലെ 5 മണിയോടെ ആയിരുന്നു ഈ ഒരു തീപിടുത്തമുണ്ടായത്. നന്ദൻകോട് ഇത്തരത്തിൽ സ്വരാജ് ഭവനിലാണ് തീപിടുത്തമുണ്ടായത്. ഇവിടെ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ തന്നെയാണ് ഈ തീപിടുത്തത്തിന്റെ വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചത്. രാവിലെ 5 മണിയോടെ തന്നെ ഈ സ്വരാജ് ഭവനിൽ നിന്ന് കത്തുന്ന അതിന്റെ പാർക്കിംഗ് ഭാഗത്ത് തീ പടരുന്നത് കണ്ടതോടെ നാട്ടുകാർ ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു. ഇത്തരത്തിൽ പാർക്കിങ്ങിൽ തീപിടുത്തം നടന്നതുകൊണ്ട് തന്നെ 2 കാറുകൾ കത്തി നശിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു കാറ് പുതുപ്പൻ കാറാണ്, മറ്റേത് ഉപയോഗശൂന്യമായിട്ട് അവിടെ നിർത്തിയിട്ട കാറാണ്. ഈ ഒരു പാർക്കിംഗ് ഏരിയയിൽ സ്വരാജ് ഭവനിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം ഈ ഒരു തീപിടുത്തത്തിന്റെ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. മ്യൂസിയം പോലീസൊക്കെ ഇത്തരത്തിൽ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തം ഉണ്ടായതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് നിലവിലെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ 2 കാറുകളാണ് കത്തി നശിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു കാറ് പുതിയ കാറാണ്. അതുപോലെ തന്നെ മറ്റ് ഈ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന സാമഗ്രികളൊക്കെ നശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തമാണ്. എന്നാൽ നാട്ടുകാർ പെട്ടെന്ന് കണ്ടതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഏരിയയിൽ മാത്രമാണ് തീപിടുത്തം ഉണ്ടായത്. മറ്റ് കെട്ടിട ഭാഗങ്ങളിലേക്ക് പടർന്നില്ല എന്നത് ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ ആളപായമോ അല്ലെങ്കിൽ ആർക്കോ ഇതിൽ പരിക്കുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല. വലിയൊരു തീപിടുത്തം അത്തരത്തിൽ പെട്ടെന്ന് ഫയർഫോഴ്സിന് എത്തി അത് അണയ്ക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വഴിമാറി പോവുകയായിരുന്നു എന്ന് വേണം പറയാൻ. മ്യൂസിയം പോലീസ് എന്തായാലും ഇതിൽ എന്തെങ്കിലും ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്നതടക്കം അന്വേഷിച്ചു വരികയാണ്.